സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുന്ന ഈ യാത്രയിൽ ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. അതെ, അബ്രാമിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൊരധ്യായം. ശരിയാണ്. വലിയൊരു യുദ്ധം ജയിച്ച് കാനാൻ സമതലങ്ങളിലെ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് ഹെബ്രോണിലെ തന്റെ കൂടാരത്തിൽ അബ്രാം തിരിച്ചെത്തിയിരിക്കുകയാണ്. പുറമേ ഒരു വിജയത്തിന്റെ സന്തോഷമൊക്കെയുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചില അസ്വസ്ഥതകൾ. അവിടെ നിന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അത് വളരെ ശരിയാണ്. യുദ്ധമൊക്കെ ജയിച്ചു, ഒരുപാട് സമ്പത്തൊക്കെ കിട്ടി. പക്ഷേ ആ രാത്രിയുടെ ഒരു നിശബ്ദതയിൽ അബ്രാമിന്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം. എനിക്ക് ശേഷം ആര് എന്നൊരു ചിന്ത. അതെ, വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഒരു വലിയ വാഗ്ദാനം കൊടുത്തിരുന്നു, സന്തതിയെക്കുറിച്ച്. പക്ഷേ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. പ്രായമായി വരുന്നു, ഒരു മകനില്ല. ഈ കാണുന്ന സ്വത്തിനും തന്റെ പേരിനുമൊക്കെ അവകാശി ആരായിരിക്കും? ഒരുപക്ഷേ തന്റെ വിശ്വസ്തനായ ആ ദാസൻ എലിയേസർ. മനുഷ്യസഹജമായ ഒരാശങ്കയാണത്. ഈ ഒരു ചിന്തയുടെ ഈ ഒരു ഭാരത്തിന്റെ നടുവിലാണ് ഒരു ദർശനമുണ്ടാകുന്നത്. ദൈവം അബ്രാമിനോട് സംസാരിക്കുകയാണ്. അതെ, ആ വാക്കുകൾക്കൊരു പ്രത്യേക ഒരു ആശ്വാസമുണ്ട്. അബ്രാമേ, ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. യുദ്ധത്തിൽ കിട്ടിയ പരിചയമോ നേടിയെടുത്ത സമ്പത്തോ ഒന്നുമല്ല യഥാർത്ഥ സംരക്ഷണം. ദൈവം തന്നെയാണ് ഏറ്റവും വലിയ പരിച, ഏറ്റവും വലിയ പ്രതിഫലം. അത് വലിയൊരു ഉറപ്പാണ്. എന്നാൽ അബ്രാം ദൈവത്തോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നിട്ടും തന്റെ ഉള്ളിലെ ആ ഒരു വേദന, ആ സംശയം മറച്ചുവെക്കുന്നില്ല. ശരിയാണ്, അതാണ് അതിലൊരു ഭംഗി. വളരെ സത്യസന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. കർത്താവായ യഹോവേ, ഞാനീ മക്കളില്ലാതെ നടക്കുകയാണല്ലോ. നീ എനിക്ക് എന്ത് തരും? എന്റെ ഈ വീട്ടിലെ അവകാശി ഒരുപക്ഷെ എന്റെ ദാസനായ ദമ്മേശുക്കുകാരൻ എലിയേസർ ആയിരിക്കുമല്ലോ. ആ വാക്കുകളിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന്റെ ഭാരമുണ്ട്. ഒരുപക്ഷെ അല്പം നിരാശയും കാണുമായിരിക്കും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാത്തിരിപ്പുകളുമായിട്ട്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായിട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റുമായിരിക്കും. തീർച്ചയായും നമ്മളും ദൈവത്തോടിങ്ങനെ തുറന്നു സംസാരിക്കേണ്ടവരല്ലേ? നമ്മുടെ ഭയങ്ങളും സംശയങ്ങളുമൊക്കെ. അതെ, ദൈവം അതിനെ ശാസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പകരം എന്താ ചെയ്യുന്നത്? ദൈവം അബ്രാമിനെ ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, രാത്രിയുടെ ആകാശത്തിന് കീഴിലേക്ക്. എന്നിട്ട് വാക്കുകൾക്കപ്പുറം ഒരു കാഴ്ചയിലൂടെ സംസാരിക്കുകയാണ്. നീ ഒന്ന് മുകളിലേക്ക് നോക്കിയേ, ആകാശത്തേക്ക്. ആ നക്ഷത്രങ്ങളെ ഒന്ന് എണ്ണാൻ പറ്റുമോ എന്ന് നോക്ക്. ഒന്നോർത്തു നോക്കിയ കാഴ്ച. എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി നക്ഷത്രങ്ങൾ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആ ഒരു മഹത്വം കൺമുന്നിൽ കാണുകയാണ്. എന്നിട്ട് ദൈവം പറയുന്നു, നിന്റെ സന്തതി ഇതുപോലെയായിരിക്കും. എണ്ണാൻ കഴിയാത്തത്രയും അധികം. ആ ഒരു നിമിഷം, അതാണ് വളരെ നിർണായകം. അബ്രാമിന്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അതെ, വചനം പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു. ശരിയാണ്. അവന്റെ കണ്ണ് കാണുന്ന പരിമിതികളിലേക്കല്ല, അവന്റെ പ്രായത്തിലേക്കല്ല, ദാസനായ എലിയേസറിലേക്കുമല്ല, മറിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചുവരുത്തുന്ന ദൈവത്തിന്റെ വാക്കിൽ അവൻ വിശ്വസിച്ചു. എന്നിട്ട് വചനം പറയുന്നു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിലുള്ള വിശ്വാസം, ആ ആശ്രയം, അതാണ് ദൈവം നീതിയായിട്ട് കണ്ടത്. അല്ലാതെ അബ്രാമിന്റെ എന്തെങ്കിലും നല്ല പ്രവൃത്തിയോ യോഗ്യതയോ കൊണ്ടല്ല. ഇത് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പസ്തോലൻ എടുത്തു പറയുന്ന ഒരു പ്രധാന വിഷയമാണല്ലോ, വിശ്വാസത്താലുള്ള നീതീകരണം. അതെ, റോമാലേഖനം 4-ാം അധ്യായത്തിലേത് വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ രക്ഷയുടെ അടിസ്ഥാനം ഇതുതന്നെയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോ സന്തതിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടി. പക്ഷേ അബ്രാമിന്റെ മനസ്സിൽ വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ദേശം, ദൈവം വാഗ്ദാനം ചെയ്ത ഈ കേനാൻ ദേശം, അത് തനിക്കും തലമുറകൾക്കും കിട്ടുവോ എന്നുള്ള ഒരു ഉറപ്പ് വേണം. അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ, ഞാൻ ഇതിനെ അവകാശമാക്കും എന്നെനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഇതൊരു അവിശ്വാസത്തിന്റെ ചോദ്യമല്ല, മറിച്ചൊരു ഉറപ്പിനു വേണ്ടിയുള്ള അപേക്ഷയാണ്. ഈ ചോദ്യമാണ് നമ്മളെ വളരെ ഗൗരവമുള്ള പഴയകാലത്തെ ഒരു ഉടമ്പടി രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവം അതിനും ഉത്തരം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. ദൈവം പറയുന്നു, ചില മൃഗങ്ങളെ ഒരുക്കാൻ. ഒരു 3 വയസ്സുള്ള പശുക്കിടാവ്, പിന്നൊരു കോലാട്, ഒരാട്. അതോടൊപ്പം പക്ഷികളുമുണ്ട്, ഒരു കുറുപ്രാവും പ്രാവിൻ കുഞ്ഞും. അതെ, അബ്രാം ദൈവം പറഞ്ഞതുപോലെ അക്ഷരം പ്രതി ചെയ്യുന്നു. ആ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നു. എന്നിട്ടോ അവയെ നടുവെ പിളർന്നു, കഷ്ണങ്ങൾ ഒന്നിനൊന്ന് നേരെയായിട്ട് വെച്ചു. പക്ഷികളെ പിളർന്നില്ല എന്നും പറയുന്നുണ്ട്. ശരിയാണ്. അങ്ങനെ വെച്ചപ്പോ ആ ഗന്ധം വന്നിട്ട്
രാഞ്ചൻ പക്ഷികളൊക്കെ വരാൻ തുടങ്ങി. യാഗവസ്തുക്കളുടെ മുകളിലേക്ക് വന്നിറങ്ങാൻ നോക്കിയപ്പോ അബ്രാം എന്തു ചെയ്തു? അവയെ ആട്ടിയോടിച്ചു. ദൈവവുമായുള്ള ആ ഒരു ഉടമ്പടിയുടെ ഒരു വിശുദ്ധിയെ സംരക്ഷിക്കാൻ അബ്രാം കാണിച്ച ഒരു ജാഗ്രതയാണത്. അതെ, ദൈവകൽപ്പനയോടുള്ള ഒരു അനുസരണം, ആ ഉടമ്പടിയോടുള്ള ഒരു ബഹുമാനം. പക്ഷേ വൈകുന്നേരമായപ്പോ സ്ഥിതിഗതികളൊന്നു മാറി. സൂര്യൻ അസ്തമിക്കാറായപ്പോ വല്ലാത്തൊരു ഉറക്കം, ഒരു ഗാഢനിദ്ര അബ്രാമിനെ പിടികൂടി. അതൊരു സാധാരണ ഉറക്കമല്ല. അല്ല, ഒരു ഭീതിപ്പെടുത്തുന്ന കൂരിരുട്ട്, ഒരു ഭയം ഒക്കെ അദ്ദേഹത്തെ പൊതിഞ്ഞു എന്ന് കാണുന്നു. ആ ഒരു അവസ്ഥയിലാണ് ദൈവം ഭാവിയെക്കുറിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഒരു പ്രവചനം പോലെയാണത്. അതെ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ഒരു ദേശത്തു പോകും. അവിടെ അവര് 400 കൊല്ലത്തോളം പ്രവാസികളായിരിക്കും. ആ ദേശക്കാരെ സേവിക്കും, അവരിവരെ പീഡിപ്പിക്കും. ഇത് നീ ഉറപ്പായിട്ടും അറിഞ്ഞോ? ഇതൊരു ഞെട്ടിക്കുന്ന വെളിപാടാണ്. വാഗ്ദാനമുണ്ട്, വലിയൊരു ജനതയാകും. പക്ഷേ അതിനു മുമ്പ് കഷ്ടപ്പാടിന്റെ, അടിമത്തത്തിന്റെ ഒരു കാലമുണ്ട്. എന്നാൽ ദൈവം അവിടെ നിർത്തുന്നില്ല. തുടർന്ന് പറയുന്നു, അവര് സേവിക്കുന്ന ആ ജനതയെ ഞാൻ ന്യായം വിധിക്കും. അതിനുശേഷം അവര് വലിയ സമ്പത്തോടെ അവിടുന്ന് പുറത്തുവരും. ആഹാ, അപ്പോ കഷ്ടതയുണ്ടെങ്കിലും അതിനൊരു അവസാനമുണ്ട്, ഒരു വിടുതലുണ്ട്, വാഗ്ദാന നിവൃത്തി വരുന്നുണ്ട്. കൃത്യമായി. ഈജിപ്തിലെ അടിമത്തവും പുറപ്പാടുമൊക്കെ പിന്നീട് ചരിത്രമായി നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കഷ്ടപ്പാടുകളും ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അന്തിമ വിജയം ദൈവത്തിൻ്റെതാണ്. ശരിയാണ്, അബ്രാം സമാധാനത്തോടെ മരിക്കും. പക്ഷേ തലമുറകൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടാണ് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള ആ വലിയ ദേശം അവകാശമാക്കുന്നത്. ഇനി ആ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരികയാണ്. അബ്രാം ആ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴാണല്ലേ? അതെ, രാത്രിയുടെ ഇരുട്ടിൽ ആ പിളർന്നുവെച്ച മൃഗകഷ്ണങ്ങൾക്കിടയിലൂടെ എന്തോ ഒന്ന് കടന്നുപോകുന്നു. എന്താണ്? പുകയുന്ന ഒരു തീച്ചൂളയും ആളിക്കത്തുന്ന ഒരു പന്തവും. ഇത് സാധാരണ തീയല്ല, ഇത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, അവന്റെ തേജസ്സാണ്. എന്നിട്ട് അത് ആ കഷണങ്ങൾക്കിടയിലൂടെ കടന്നുപോവാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പഴയകാലത്ത് ഉടമ്പടി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഉടമ്പടി ചെയ്യുന്ന രണ്ടുപേരും ആ പിളർന്ന കഷണങ്ങൾക്കിടയിലൂടെ നടക്കും. അതിനർത്ഥം ഈ ഉടമ്പടി ഞാൻ ലംഘിക്കുകയാണെങ്കിൽ ഈ മൃഗങ്ങളെപ്പോലെ ഞാനും പിളർന്നു പോകട്ടെ എന്നൊരു ശപഥം പോലെയാണ്. അത്ര ഗൗരവമുള്ളൊരു കാര്യമാണത്. പക്ഷേ ഇവിടെ അബ്രാം നടക്കുന്നില്ല, ഉറങ്ങിക്കിടക്കുകയാണ്. ഓഹോ, ദൈവം മാത്രമാണ് ആ തീച്ചൂളയുടെയും പന്തത്തിന്റെയും രൂപത്തിൽ ആ കഷണങ്ങൾക്കിടയിലൂടെ പോകുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം, അതിന്റെ നിലനിൽപ്പ്, അത് മനുഷ്യനായ അബ്രാമിന്റെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ല, മറിച്ചത് പൂർണ്ണമായും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ, അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. ദൈവം തന്നെത്താൻ ഉറപ്പുതരികയാണ്, ഞാൻ വാഗ്ദാനം ചെയ്തത് ഞാൻ തന്നെ നിവർത്തിക്കും. ഇത് 100% കൃപയുടെ ഉടമ്പടിയാണ്. മനുഷ്യന്റെ കുറവുകൾക്കോ പരാജയങ്ങൾക്കോ തകർക്കാൻ പറ്റാത്ത ഒന്ന്. അതെ, അബ്രാം ആ ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ പുറമേയുള്ള ലോകം മാറിയിട്ടില്ലായിരിക്കാം, പക്ഷേ അവന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം വന്നു. ഭയങ്ങൾക്ക് മുകളിൽ ദൈവത്തിലുള്ള ആശ്രയത്തിന് ഒരു പുതിയ തലം കിട്ടി. അപ്പോ ഈ 15-ാം അധ്യായം ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, അതൊക്കെ ദൈവത്തോട് തുറന്നു പറയാൻ ഒരു മടിയും വേണ്ട. അവൻ കേൾക്കുന്നവനാണ്, അവൻ മനസ്സിലാക്കുന്നവനാണ്. രണ്ടാമത്, യഥാർത്ഥ വിശ്വാസം എന്നു പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിയല്ല, പിന്നെയോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുന്നതാണ്. ആ വിശ്വാസത്തെ ദൈവം ഒരുപാട് വിലമതിക്കുന്നു. മൂന്നാമതായി, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ ചിലപ്പോൾ സമയമെടുക്കും. അതിനിടയിൽ കാത്തിരിപ്പുകളുണ്ടാകാം, ചിലപ്പോൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകേണ്ടി വരാം. പക്ഷെ അവന്റെ സമയം കൃത്യമാണ്. അവന്റെ പദ്ധതികൾക്ക് മാറ്റമില്ല. അവൻ തുടങ്ങിയത് പൂർത്തിയാക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രക്ഷ, ദൈവവുമുള്ള നമ്മുടെ ബന്ധം, അത് നമ്മുടെ പ്രയത്നത്തെ ആശ്രയിച്ചല്ല. അല്ല, അത് ദൈവത്തിന്റെ കൃപ, അവന്റെ വിശ്വസ്തത, അതിനെ ആശ്രയിച്ചാണ്. അബ്രഹാമിന്റെ കാര്യത്തിൽ ദൈവം ആ തീയായിട്ട് കഷ്ണങ്ങൾക്കിടയിലൂടെ പോയെങ്കിൽ നമുക്കു വേണ്ടി ദൈവം ഇതിലും വലിയൊരടയാളം തന്നു. അതെന്താണ്? തന്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തു. കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ രക്തം ചിന്തി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അത് നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ, അവന്റെ വിശ്വസ്തതയുടെ എന്നേക്കുമുള്ള മുദ്രയാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ, ചില സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഈ സത്യം ഓർക്കുക. നക്ഷത്രങ്ങളെ കാണിച്ച് വാഗ്ദാനം ചെയ്ത ദൈവം, നിങ്ങൾക്കു വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവം, അവൻ വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ധൈര്യമായി ആശ്രയിക്കാം. അബ്രാം ആ റാഞ്ചൻ പക്ഷികളെ ഓടിച്ചതുപോലെ. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വരുന്ന ഭയങ്ങളെയും സംശയങ്ങളെയും നമുക്ക് യേശുവിന്റെ നാമത്തിൽ ആട്ടിയോടിക്കാം. ഈ വലിയ സത്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അബ്രഹാമിന്റെ ദൈവമേ, നക്ഷത്രങ്ങളുടെ സൃഷ്ടാവേ, എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുന്നവനെ, രാത്രിയുടെ നിശബ്ദതയിൽ അങ്ങ് അബ്രഹാമിനെ കണ്ടുമുട്ടിയതുപോലെ അങ്ങയുടെ സാന്നിധ്യം തേടി തുറന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. അങ്ങ് ഞങ്ങളുടെ പരിചയം അത്യധികമായ പ്രതിഫലവുമാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹത്തെയും വിശ്വസ്തതയെയും ഓർത്ത് ഞങ്ങൾ ഭയഭക്തിയോടെ നിൽക്കുന്നു. കർത്താവെ, അബ്രഹാമിനെ പോലെ ഞങ്ങളും പലപ്പോഴും ഹൃദയത്തിൽ ചോദ്യങ്ങൾ പേറുന്നു, നിശബ്ദതയിൽ തങ്ങി നിൽക്കുന്ന സംശയങ്ങൾ, വൈകുന്നതായി തോന്നുന്ന സ്വപ്നങ്ങൾ, വിദൂരമെന്ന് തോന്നുന്ന വാഗ്ദാനങ്ങൾ. എന്നിട്ടും അങ്ങ് ഞങ്ങളെ മുകളിലേക്ക് നോക്കാൻ ക്ഷണിക്കുന്നു, അങ്ങയുടെ പദ്ധതികളുടെ വിശാലത കാണാനും അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കാനും. ഇന്ന് രാത്രി നക്ഷത്രങ്ങളെ എണ്ണുകയും ഞങ്ങളെ പേരുചൊല്ലി അറിയുകയും ചെയ്യുന്ന അങ്ങയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. മുന്നിലുള്ള പാത വ്യക്തമല്ലാത്തപ്പോഴും അബ്രഹാമിനെ പോലെ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ വിശ്വാസം നീതിയായി കണക്കാക്കണമേ. പിതാവേ, കാത്തിരിക്കുന്നവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തരങ്ങൾക്കായി, രോഗശാന്തിക്കായി, കരുതലിനായി, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നിറവേറുന്നതിനായി കാത്തിരിക്കുന്നവർക്കായി. മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങയുടെ സമാധാനത്താൽ അവരെ പൊതിയണമേ. അങ്ങയുടെ സമയം തികഞ്ഞതാണെന്നും അങ്ങയുടെ ഉടമ്പടി ഉറപ്പുള്ളതാണെന്നും അവരെ ഓർമ്മിപ്പിക്കണമേ. അങ്ങ് അബ്രാമിനു വേണ്ടി കഷണങ്ങൾക്കിടയിലൂടെ കടന്നുപോയതുപോലെ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ യാഗത്തിലൂടെ ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം അങ്ങ് മുദ്രവെച്ചിരിക്കുന്നു. അങ്ങ് തുടങ്ങിയത് പൂർത്തിയാക്കാൻ വിശ്വസ്തനാണെന്ന ഉറപ്പിൽ ഞങ്ങൾ വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ പ്രത്യാശയെ മോഷ്ടിക്കാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റാഞ്ചൻ പക്ഷികളെപ്പോലെ ചുറ്റിക്കറങ്ങുന്ന സംശയങ്ങളെയും ഭയങ്ങളെയും ഓടിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അരുളി ചെയ്ത വിശുദ്ധ വാഗ്ദാനങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ധൈര്യം നൽകണമേ. അന്ധകാരത്തിന്റെ നിമിഷങ്ങളിൽ ഗാഢനിദ്രയോ പരീക്ഷണങ്ങളോ ഞങ്ങളെ കീഴടക്കുമ്പോൾ അങ്ങയുടെ ജ്വലിക്കുന്ന വെളിച്ചം ഞങ്ങളെ നയിക്കട്ടെ. നിഴലുകളിൽ തോലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കർത്താവേ, ഈ സത്യത്താൽ രൂപാന്തരപ്പെട്ട ഹൃദയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മതിയായവനാണ്. അബ്രാമിനെ പോലെ നിധിയേക്കാൾ വിശ്വാസവും ഭയത്തേക്കാൾ വിശ്വാസവും ഞങ്ങളുടെ നേട്ടത്തേക്കാൾ അങ്ങയുടെ മഹത്വവും തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കഥകളെ അങ്ങയുടെ നിത്യമായ ഉദ്ദേശത്തിലേക്ക് നെയ്തെടുക്കണമേ. അങ്ങനെ ആവശ്യമുള്ള ലോകത്തിന് അങ്ങയുടെ സ്നേഹം പ്രതിഫലിപ്പിച്ച് അങ്ങയുടെ രാജ്യത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ ഞങ്ങൾ പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ഇന്നത്തെ ഈ ചിന്തകളും പഠനവും നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഉൽപ്പത്തി 15 അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അതെ, ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com എന്നാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഈ ബൈബിൾ പഠന പരമ്പരയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ദൈവവചനത്തിൽ ഒരുമിച്ച് വളരാം. അടുത്തയാഴ്ച മറ്റൊരു വേദഭാഗവുമായി വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ നിർത്തുന്നു. അതുവരെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.